സിന്ധുവിന് എന്താ പറയാനുള്ളത്? 6 മാസമായിട്ട് ഭർത്താവിന് വേറൊരു ബന്ധമുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്. ഫോൺ ബിസി ആകുമ്പോൾ ഞാൻ 2 ഫോണിലോട്ട് വിളിക്കും. 2 ഫോൺ എപ്പോഴും ബിസിയാണ്. കിടക്കാൻ ചെല്ലുമ്പം എനിക്ക് വീറ് എന്നെ നിർബന്ധിച്ച് കുടിപ്പിക്കും. വീറ് കുടിക്കാൻ പറയും. ആരെ? എൻ്റെ ഭർത്താവിനോട് പറയും. പിന്നെ ഇത് കണ്ട് ഞാൻ എഴുന്നേറ്റില്ല. നേരിട്ട് കണ്ടോ? കണ്ട് ഞാൻ. എന്നിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. 6 മാസമായി എൻ്റെ കൂടെ കിടന്നിട്ട് എൻ്റെ വീട്ടിൽ വെളിയും കൊണ്ടായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ വീടാക്കാൻ പറഞ്ഞു. മുറിക്കാത്തൊരു കയറിപ്പത്തെ എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഉടുത്തിരുന്ന കയ്യിൽ തപ്പി പിടിച്ചിങ്ങ് എഴുന്നേറ്റ് വന്നു. എൻ്റെ ഒരു സ്വരം കേട്ടപ്പോഴത്തേക്ക് കട്ടിലേ നിങ്ങൾ എഴുന്നേറ്റിങ്ങി വന്നു. എഴുന്നേറ്റ് വന്ന പടി ഞാൻ തിരിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ പുറകെ തിരിഞ്ഞ പടി ഞാൻ പുള്ളിക്കാരിട്ട് അടിച്ചു. കുഞ്ഞമ്മേനെ അടിച്ചു. ഇത്ര നാള് നീ എൻ്റെ ഭർത്താവിനെ വെച്ചോണ്ടിരിക്കുവായിരുന്നു അല്ലേടിന്ന് ചോദിച്ചു. ഇനി ഇത് വിട്ടു തരത്തില്ല എന്ന് പറഞ്ഞു കുറെ അടിച്ചു. ഞാൻ കട്ടിലിൽ ഇട്ടിട്ട് മുടിക്കുത്തിന് പിടിച്ച് കൊങ്ങാക്കുഴിക്ക് ഞെക്കി പിടിച്ചു. സത്യം പറയടിന്ന് പറഞ്ഞു. എത്ര നാളായിട്ട് തുടങ്ങിയ സത്യം പറയാൻ പറഞ്ഞു. അപ്പത്തേക്ക് പറഞ്ഞു നീ അവരെ തല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മേശയിൽ ഇന്നൊരു കത്തെടുത്ത് പറഞ്ഞു ഇനി നിങ്ങൾ എൻ്റെ നേരെ വന്നാൽ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ ഇങ്ങനെ കൈകൊണ്ട് തട്ടി. പെട്ടെന്ന് എനിക്കൊരു ബോധ്യം വന്നു. ഞാൻ ഒറ്റയ്ക്കാണല്ലോ, വീട് അടച്ചിട്ടിരിക്കുവാണ്, നാട്ടുകാരും കാണുന്നുമില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ പെട്ടെന്നൊരു ബോധ്യം വന്നു. പിള്ളേരുടെ കാര്യം ഓർമ്മ വന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചിങ്ങനെ താഴോട്ടിട്ടിട്ട് സത്യം പറയാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ കാലേ പിന്നിട്ട് എന്നോട് ഇങ്ങനെ ക്ഷമ കണ്ടോന്ന് അമ്മയുടെ അനിയത്തി പറഞ്ഞു. മോനെ 6 മാസമായിട്ടുണ്ട്, നീ ക്ഷമിക്കണം, ആരോടും പറയില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഒറ്റ അലർച്ചയ്ക്ക് ഞാനങ്ങ് കാറി. അപ്പൊ അയാളുടെ എന്താ പുള്ളി ഇങ്ങനെ മാറി നിൽക്കുക. മുറിത്തന്നെ നിപ്പുണ്ട്, നിക്കാണ് ഇങ്ങനെ ചാടിക്കറി എന്റെ വാ പൊത്തി. ഞാൻ ഒറ്റ കാർച്ചയും കാറി. എന്റെ ദൈവമേന്ന് വിളിച്ച് ഞാൻ കാറി. വായുന്നത് കേട്ടില്ലേ? ആ വിഷമത്തിൽ ഞാനങ്ങ് കാറിയിട്ട് എന്റെ വാ പൊത്തിയപ്പോ പെട്ടെന്ന് ഞാൻ ഇപ്പുറത്ത് മുറിലോട്ട് ചാടി. പിന്നെ എന്നാ അവര് ചെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴത്തേക്ക് സാറ് വന്ന് കഥകെ മുട്ടി. ആൾക്കാരെല്ലാം വിളിച്ച് വെക്കിട്ട് പറഞ്ഞു കഥകെ മുട്ടി പറഞ്ഞു വിളിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് സാറ് വിളിക്കുന്നു. ആൾക്കാരൊക്കെ കൂടിയോ? അപ്പൊ അതിലൊക്കെ സാറ് തന്നെ കയറി വരാൻ പറ്റിയല്ലോ, എന്നെ നടക്കുന്ന അറിയാൻ പറ്റിയില്ല. അപ്പൊ അതിലൊക്കത്തെ പെണ്ണുങ്ങളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കയറാൻ പോവാ, നിങ്ങളെ നിൽക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ സാറ് വന്ന് കഥകെ മുട്ടിപ്പോഴത്തേക്ക് എൻ്റെ ആള് ഞാൻ പറഞ്ഞു സാറാ വന്നിരിക്കുന്നത്, പോയി കഥ തുറക്കാൻ പറഞ്ഞു. കഥ തുറക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പോയി കഥ തുറന്നിട്ട് സാറ് പറഞ്ഞു യോബി എന്നെ എവിടെയെന്ന് ചോദിച്ചു. യോബി ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞു. യോബിക്കെല്ലാം ഞാൻ വീട് വന്നിരിക്കുന്നത്, യോബി ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങിക്കോളാം സാറേ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇറങ്ങി എന്നെ താമസമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങേപ്പുറത്തുനിന്ന് ഷർട്ട് എടുത്തുനിന്ന് ഇങ്ങേപ്പുറത്തുനിന്ന് മുണ്ട് എടുത്തിരിക്കുന്നു. രാത്രി വണ്ടിയെ പോയതാണ്. തേച്ചും എനിക്ക് ഷർട്ട് വിട്ട് വണ്ടിയിൽ പോയിട്ട് മുണ്ടും എടുത്ത് ഈ കിടന്ന ആൾ ഈ കൈലിയൊക്കെ വൈകിട്ട് ഒരു വെച്ചതാ എല്ലാം എടുത്ത് ഇടുക. അപ്പൊ ഞാൻ നാട്ടുകാരെല്ലാം ഇത് കണ്ടു. അപ്പൊ എന്നോട് പറയുന്നത് ഞാൻ ഇപ്പൊ അങ്ങ് വന്ന് കയറിയതേ ഉള്ളൂ, മുണ്ട് പറിച്ചങ്ങോട്ട് ഇട്ടിട്ട് കിടക്കുമായിരുന്നത് വയ്യാതെ കൊണ്ട്. ഞാൻ പറഞ്ഞു എന്തിന് നിങ്ങളോട് ഈ വീട്ടിൽ വരല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. ആ വീട്ടിൽ കിടക്കുന്നത്. അതെ, ഞാൻ പറയാത്ത വീട്ടിൽ എന്തിന് നിങ്ങൾ വന്നെന്ന് പറഞ്ഞു ഒച്ച വെച്ചു. അപ്പൊ തന്നെ ഒച്ച വെക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്നെ അടിക്കാൻ വന്നു. അപ്പൊ സാറ് പറഞ്ഞു അവളെ തല്ലാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വെള്ളോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ എന്നെ അറിയാവുന്നതല്ലേ, ഞാൻ ആരുടെ മകളാന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന്, നിങ്ങൾ എന്തിനാ ഇത്രയും നാൾ ഇതിന് കൂട്ടി, നിങ്ങൾക്ക് ഒരു ആൾക്കാർക്ക് കൂടി അടിക്കത്തില്ലായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ കൊച്ച ഞങ്ങൾക്ക് നിന്നെ ആളാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഇവിടെ ഉള്ള കൊച്ചാന്ന് ഇന്നെയുള്ള മരുമോളാന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നെന്ന് പറഞ്ഞു. അത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ജോബി വിഷയങ്ങളെല്ലാം പോട്ടെ, നമ്മൾ തമ്മിലുള്ള വിഷയങ്ങളൊക്കെ ഞാൻ ക്ഷമിക്കാം, ഇത്ര നാൾ ഞാൻ ക്ഷമിച്ചല്ലേ കഴിഞ്ഞത്. അവിടെ വെച്ച് ഞാൻ ഇറങ്ങി എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഞാൻ കൈകൊണ്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അകത്ത് നിൽക്കുക, ഞാൻ ഇറങ്ങി നീ തന്നെയല്ലേ വന്ന്, നീ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പറ്റത്തില്ല, ഇല്ലാതെ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ പോയി ചാകുമെന്ന് പറഞ്ഞു, വണ്ടിക്കടി കയറി ഞാൻ ചാകുമെന്ന് പറഞ്ഞു. അന്നേ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അടുക്കളക്ക് അതിൻ്റെ ഇടയിൽ ഇറങ്ങി പോയിട്ട് അവിടെ നിൽക്കുക. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു യോബി ഒന്ന് കുളിച്ചാൽ തീരാതെ വിഷമമുള്ളൂ എനിക്ക്. ഈ പെണ്ണുങ്ങൾ ഈ തള്ള ഒരു 6 ആറ്റി കുളിച്ചാൽ ഇവർ തീരുകയില്ല, ഇവരുടെ അഴുക്ക്. യോബി കുളിച്ചിട്ട് എൻ്റെ കൂടെ ഞാൻ വൈകിട്ട് വീട്ടിൽ പോയിരുന്നു, ഞാൻ വരുമ്പോൾ നമുക്ക് ജീവൻ തുടങ്ങാമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അങ്ങ് കരഞ്ഞോണ്ട് ഇറങ്ങി അങ്ങ് പോയി. അല്ല അയാൾ പുറത്ത് വന്നു എൻ്റെ പുറകെ വന്ന് റോട്ടിലിട്ട് എൻ്റെ തലയിൽ പിന്നെയും സത്യം ചെയ്തു. ഞാൻ പറഞ്ഞു ഇനി തൊട്ട് പോയെന്ന് എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണ്ടെന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ ആവാസന്മാർ സത്യം എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ജംഗ്ഷൻ എത്തി, പാറത്തോടെത്തി. അപ്പോൾ ഞാൻ സ്കൂളിലോട്ട് പോവുക, വീട്ടിൽ പോയിരുന്നു, നമുക്ക് സ്നേഹത്തോടെ എല്ലാം നിർത്താൻ പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിലിരുന്ന 20 രൂപ അതും കൊടുത്തിട്ട് കയ്യെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു വീട്ടിലോട്ട് തന്നെ പോയിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കരഞ്ഞിട്ട് ഞാൻ കണ്ണും തൂത്തിട്ട് ഞാൻ സ്കൂളിലോട്ട് പോയി. നമ്മൾ സിന്ധുവിൻ്റെ കഥ കേട്ടു. ഒരു നാണയത്തിന് 2 സൈഡ് ഉണ്ടാവുമല്ലോ. സിന്ധുവിൻ്റെ വശം സിന്ധു പറഞ്ഞു. ഇനി ജോബിയുടെ കാര്യം നമുക്കൊന്ന് കേൾക്കാം. വരൂ ജോബിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. വരൂ. ഇതു ജീവിതം ജനമൃതികൾക്കിട
നദികൾക്കിടയിൽ ഒരു ഗീതകം ഇവിടെ വാണവരാണധികം ഇവിടെ വീണവരും സുലഭം മിഴികളിലുതിരും. ഫുൾ നെയിം എന്താണ്? ജോബി ജോസഫ്. ആ പിന്നെ എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു. ജോബി എന്ത് ചെയ്യുന്നു? ഞാൻ വണ്ടി ഓടിക്കും, ഡ്രൈവറാ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മയുണ്ട്, ചാച്ചനുണ്ട്, ആ പിന്നെ ഒരു സഹോദരിയുണ്ട്. ഒരു സഹോദരി കല്യാണം കഴിച്ച് അയച്ചു. ആ കല്യാണം കഴിച്ചു. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഭാര്യയും മക്കളും ഉണ്ടെന്നുള്ളത് പറഞ്ഞു വിട്ടല്ലോ. അല്ല, ഞാൻ ഭാര്യയും മക്കളും ഞങ്ങൾ വേറെ താമസിച്ചുകൊണ്ടിരുന്നത്. ആ അതുകൊണ്ട് എത്ര നാളായിട്ടാണ് നിങ്ങൾ വേറെ ആയിട്ട് താമസിക്കുന്നത്? ഞങ്ങൾ ഇപ്പോൾ ഒരു മാസമായി കാണും, 1.5 മാസം. 1.5 മാസം? ഓ, അത്രേ ആയിട്ടുള്ളൂ. ഓ. പക്ഷേ 6 മാസത്തോളായി എന്ന് പറയുന്നല്ലോ, സിന്ധു പറയുന്നല്ലോ. പറഞ്ഞാൽ തെറ്റായിരിക്കും, ഞാൻ അംഗീകരിക്കുകയില്ല. ആ അത് 6 ശരി. മാസമല്ല, 1.5 മാസമേ ഉള്ളൂ. 1.5 മാസമുള്ള പിരിഞ്ഞ് താമസിച്ചിട്ട്. ആ, ഇങ്ങനെ പിരിഞ്ഞ് താമസിക്കാൻ എന്താ കാരണം? ശരിയും കാരണമൊന്നുമില്ല, ചെറിയ പ്രശ്നങ്ങൾ. എനിക്ക് വേറെ സ്ത്രീയായിട്ട് ബന്ധമുണ്ട് എന്നും പറഞ്ഞുകൊണ്ടൊരു പ്രശ്നം ഒന്ന്. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നില്ല, ചിലവിന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വേറൊരു പ്രശ്നം. അങ്ങനെയുള്ള പ്രശ്നമൊക്കെയായിട്ട് ഞങ്ങൾ മാനസികമായിട്ടും ചെറിയൊരു പ്രശ്നം. ചെറിയ പ്രശ്നം അത്രേ ഉള്ളൂ. ഭാര്യയും ഭർത്താവിനും ഉണ്ടാവുന്ന ഒരു ചെറിയൊരു പ്രശ്നം. ചെറിയൊരു പ്രശ്നം. നിങ്ങൾക്ക് സ്ഥിരമായി ജോലിയുണ്ടോ? എനിക്ക് സ്ഥിരമായിട്ട് ജോലി ഉണ്ടായിരുന്നു, അവിടുന്ന് ഞാൻ ജോലി മാറി. ഇപ്പം സ്ഥിരമായിട്ട് ജോലിയില്ല. ഇരുന്ന് കരയുന്ന കണ്ടോ? ഇത്രയും സ്നേഹമുള്ളൊരു ഭാര്യയെ കിട്ടാൻ നിങ്ങൾ വാസ്തവത്തിൽ ഭാഗ്യവാനാണ്. സ്നേഹം കൂടിയത് കൊണ്ടാണോ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ? സ്നേഹം കൂടിയത് കൊണ്ടായി 6 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. ആ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 മാസം പോലും ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിട്ടില്ല. ആ 2 പിള്ളമക്കളുണ്ട്. അതെന്താ? അല്ല, അവിടെ താമസിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാം അവിടെ ഒരു പ്രശ്നങ്ങളോ അല്ല, അവിടെ ചെറുതായിട്ട് അമ്മയായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ കാരണം. ആർക്കും അമ്മയായിട്ട്? അല്ല, സിന്ധു അമ്മയായിട്ട് ചെറിയ സൗന്ദര്യപ്പിണക്കൊക്കെ ഉണ്ട്. അതിന് വലുതാകണ്ടെന്ന് കരുതി ജോബിയുടെ അമ്മയും സിന്ധുവുമായിട്ട്. അപ്പൊ ഞങ്ങൾ സിന്ധുവിന്റെ വീട്ടിലോട്ട് തന്നെ താമസിക്കാൻ വന്നു. അവിടെ പിന്നെ കുറച്ച് കാലം വാടകയ്ക്ക് താമസിച്ചു. പിന്നെ സ്വന്തമായിട്ട് സ്ഥലം മേടിച്ചു, തൊട്ട് താഴെ തന്നെ വീടും വെച്ചു, അവിടെ താമസം തുടങ്ങി. സിന്ധുവിന്റെ വീട്ടുകാരുമായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നോ? വീട്ടുകാരായിട്ട് അടുപ്പത്തിലാണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒരു 6 മാസം എല്ലാവരും ലോബിയാണെങ്കിൽ ഒരു 6 മാസം പിണങ്ങും. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോഴത്തേനും പിന്നെ ഒന്ന് വഴക്കുണ്ടാകും, പിന്നെ ഒന്ന് വീണ്ടും. വീട് വെക്കുന്നതിനൊന്നും സഹായിച്ചില്ലെന്ന് പറയുന്നല്ലോ, ശരിയാണോ? അത് വീട് വെക്കാൻ സഹായിച്ചില്ലെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ തെറ്റാണ്. എന്ന് വെച്ചാൽ ഇവരുടെ വീട്ടുകാരായിട്ട് പിണങ്ങിയിട്ട് ആ വീട് വെക്കാൻ ഞങ്ങൾ ഇച്ചിരി കയറ്റപ്പുറത്താണ് താമസിക്കുന്നത്. അവിടെ ഒരു മെറ്റൽ കഷ്ണം പോലും എടുക്കാൻ ഈ സിന്ധുവിന്റെ വീട്ടുകാരും സന്നദ്ധരായിട്ടില്ല. എൻ്റെ വീട്ടുകാർ, ഞാൻ വീട്ടിൽ നിന്ന് മാറിയിട്ട് പോലും എൻ്റെ വീട്ടുകാരെ വന്ന് സഹായിച്ചിട്ടുള്ളൂ എല്ലാ കാര്യത്തിലും. സിന്ധു പറയുന്നത് വീട് കെട്ടാൻ ജോബി ഒന്നും സഹായിച്ചിട്ടില്ലെന്നാണല്ലോ. വീട് കെട്ടാൻ സഹായിക്കാന്ന് പറഞ്ഞാൽ തന്നെ അത് കള്ളവന്നേ ഞാൻ പറയുള്ളൂ. കാരണം 6 വർഷം ഞങ്ങൾ മാറി താമസിച്ചിട്ട് ഞാൻ ഒരു വീട് കെട്ടാൻ സമ്മതിക്കുകയെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. സഹായിച്ചിട്ടുണ്ടോ? സാമ്പത്തികമായിട്ടൊന്നും സഹായിച്ചിട്ടില്ല. അതാ പറയുന്നത്, സാമ്പത്തികമായിട്ട് ഇല്ലെന്നാണല്ലോ. സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായിക്കാനുള്ള സാഹചര്യം എനിക്കില്ല. പിന്നെ ഒരാളായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് എന്നെ കൊണ്ട് ആകുന്നത്ര എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഞാൻ കണക്കൊന്നും വെച്ചിട്ടില്ല. അത് കാരണം ഇപ്പൊ സിന്ധു പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ആണോ? വീണ്ടുപണി തീരാറായപ്പോ താമസിക്കാറായപ്പോ 5000 രൂപ കൊണ്ട് തന്നിട്ടുണ്ട്. അല്ല, കാശിന്റെ പൊട്ട ഒരാളായിട്ട് ചെയ്തത് അനിയന്മാരും ഇയാളും എല്ലാം വന്ന് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് സംസാരിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നം എന്താണ്? ഇവിടെ വന്ന് സംസാരിക്കാൻ എൻ്റെ തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പോകാതിരിക്കുമ്പോഴത്തേനും സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ന്യായീകരിക്കുന്നില്ല, എൻ്റെ ഭാഗത്ത് അങ്ങനെയുള്ള തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, വേറെ എന്തൊക്കെയോ കഥകളൊക്കെ പറയുന്നല്ലോ. വേറെ എന്തൊക്കെ കഥയെന്ന് പറഞ്ഞാൽ ഇവരുടെ സിന്ധുവിന്റെ അമ്മയുടെ അനിയത്തിയുണ്ട്. അപ്പൊ അവര് ഇവിടെ തിരുവനന്തപുരത്ത്. അവർക്ക് എത്ര വയസ്സുണ്ട്? അവർക്ക് എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയില്ല. 48-46 വയസ്സ് കാണുമായിരിക്കും ഉദ്ദേശം. സിന്ധു ആണല്ലോ ജോബിയെ വന്ന് അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. പിന്നെ അവരുടെ കൂടെ തന്നെ താമസിക്കാൻ കാരണം എന്താ? ഞാൻ പോയിട്ടുണ്ട്, സിന്ധുവും പോയിട്ടുണ്ട്. സിന്ധു കുഞ്ഞിനെയും സിന്ധുവിനെയും ബലമായിട്ട് അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു എന്നാണല്ലോ സിന്ധു പറയുന്നത്. ബലമായിട്ട് കൊണ്ടുപോയിന്ന്? ഇല്ല, ഒരിക്കലും ഞാൻ കൊണ്ടുപോയിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ആളോട് ചോദിക്കൂ, ഇവിടെ ചോദിക്കൂ, ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ പാറത്തോട്ടിൽ തന്നെ ഓട്ടക്കാർക്ക് പൈസ കൊടുക്കാനും ഉണ്ട്. എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി രാത്രിക്കൊക്കെ കൊണ്ടുപോയി പൈസ കൊടുക്കാനും ഉണ്ട്.
അതെന്താ ജോബി ഇപ്പൊ ചോദിക്കൂ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടോന്ന്. ഞാൻ കൊണ്ടുപോയിട്ടില്ല പലമായിട്ട്. അവരിവര് പറയുന്നത് നിങ്ങളുടെ മുൻവശത്തിരുന്നോണ്ടല്ലേ പറയുന്നത്. ഇല്ല, ഞാൻ അവരെ അങ്ങോട്ട് സിന്ധുവിനെ പിള്ളേരെ ഒന്നും ഞാൻ ബലമായിട്ട് കൊണ്ടുപോയില്ല. പോകാന്ന് പറയാൻ എല്ലാവരും പോകാൻ ഒരുങ്ങും, അങ്ങ് പോകും. അങ്ങനെ അല്ലാണ്ട് ഞാൻ കയ്യേലും കാര്യം അവരെന്താ നിങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് എന്താ അത്രയും വലിയ ജീവിതത്തിൽ പറഞ്ഞാൽ ഇത് ഇവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തൊട്ട് ഈ സഹായിക്കാൻ സിന്ധുവിൻ്റെ അമ്മയുടെ കൂട്ടിയാണ് എന്നെ അവിടെ കൊണ്ടുപോയത്. അങ്ങനെ വന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേനും സിന്ധുവിൻ്റെ അമ്മയ്ക്ക് തോന്നി ഞാൻ അവരുമായിട്ട് എന്തോ അവിഹിതഭേദം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സിന്ധുവിൻ്റെ അമ്മ പിണങ്ങി ആദ്യം. അതങ്ങനെ കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ സിന്ധുവിനും അങ്ങനെ ഒരു വിശ്വാസം വന്നു. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 4 മാസം കൂടും പടി വെക്കും, 6 മാസം കൂടും വീണ്ടും. അപ്പോൾ ഞാൻ അതിനകത്ത് വെറുതെ എനിക്ക് അങ്ങനെ പല അനുഭവങ്ങൾ ഇവരുടെ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവരുടെ ഒരു ചേട്ടൻ ഇതുപോലെ വഴക്കുണ്ടായിട്ട് ഞാൻ അതിനകത്ത് സഹകരിച്ച് അവരാരും ഇപ്പോൾ എന്നോട് മിണ്ടുകയില്ല. ഇവരെല്ലാം ഭയങ്കര ലോകിക. അല്ല ചോദിച്ചു നോക്കിയാൽ കള്ളമാണോ പറഞ്ഞത് ഞാൻ ചോദിച്ചു.